പ്രകൃതി ദുരന്തങ്ങൾ തീർക്കുന്ന ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ പ്രളയം നടന്നപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രതീക്ഷിക്കാതെ കയറി വരുന്ന ദുരന്തങ്ങൾ നമ്മുടെ എല്ലാം കവർന്നെടുക്കും. വീടും കാറും വേണ്ടപ്പെട്ട രേഖകളുമെല്ലാം നൊടിയിടയിൽ പ്രകൃതി ദുരന്തങ്ങളുടെ ആഴങ്ങളിലേക്ക് പതിക്കും. ആധാറും തിരിച്ചറിയൽ കാർഡും പാസ്പോർട്ടും എന്ന് തുടങ്ങി സർവ്വരേഖകളും നശിച്ചു പോയേക്കും. ആവർത്തിച്ചു സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണെങ്കിൽ കാര്യം അതിഗുരുതരം തന്നെ. ഈ അവസ്ഥയാണ് അസമിൽ. NRC ആ ജനതയുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. സമകാലിക ഇന്ത്യയിലാണെങ്കിൽ ആധാറും പാൻ കാർഡും തിരിച്ചറിയൽ കാർഡും എന്തിനു പറയുന്നു, പാസ്പോർട്ട് പോലും പൗരത്വ രേഖയല്ലതാനും. ഞങ്ങളും ഈ രാജ്യക്കാരാണെന്ന് തെളിയിക്കാൻ അവശേഷിക്കുന്ന രേഖകൾ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് മഴ നനയുകയാണ് അസംകാർ. ഈ മഴ തോരുമ്പോൾ ഇനിയുള്ള രേഖകളും അവശേഷിക്കുമോ എന്ന് നിശ്ചയമില്ല. പേമാരിയേക്കാൾ കണ്ണീർ മഴയിൽ മുങ്ങിപ്പൊങ്ങുന്ന ആ ജനതയെക്കുറിച്ചാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. വർഷം 1950 ഓഗസ്റ്റ് മാസം 15-ാം തീയതി 8.6 റിക്ടർ സ്കെയിൽ തീവ്രതയിൽ സംഭവിച്ച ഭീകര ഭൂകമ്പം ഹിമാലയൻ പർവ്വതനിരകളെ പിടിച്ചുകുലുക്കി. ടിബറ്റിലെയും വടക്കുകിഴക്കൻ ഇന്ത്യയിലെയും നിരവധി ഗ്രാമങ്ങൾ ഈ ഭൂകമ്പത്തിന്റെ പ്രകമ്പനമറിഞ്ഞു. 4800-ലേറെ മനുഷ്യർക്ക് ജീവൻ നഷ്ടമായി. ഹിമാലയൻ പർവ്വതത്തിൽ നിന്നും ടൺ കണക്കിന് മണ്ണും പാറക്കല്ലുകളും ബ്രഹ്മപുത്ര നദിയിലേക്ക് ഒലിച്ചിറങ്ങി. അസമിന്റെ ഹൃദയത്തിലൂടെ ബ്രഹ്മപുത്ര ഒഴുകുന്ന ഭാഗങ്ങളിലെല്ലാം മണ്ണും കല്ലും കുത്തിയൊലിച്ചെത്തി. ബ്രഹ്മപുത്ര നദിക്ക് വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി ശാശ്വതമായി അതോടെ കുറഞ്ഞു. ഇതോടെ മുൻപ് അപൂർവമായി മാത്രം വന്നിരുന്ന പ്രളയം അസമിലെ നിത്യസന്ദർശകനായി. ബ്രഹ്മപുത്ര നദിയുടെ സവിശേഷമായ ഭൂപ്രകൃതിയും ചൈനയിൽ നിന്നുള്ള മലവെള്ളപ്പാച്ചിലുമാണ് അസമിലെ പ്രളയത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പ്രളയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നത്. ബ്രഹ്മപുത്ര നദി ചൈന, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലൂടെ കടന്നാണ് ഇന്ത്യയിലെത്തുന്നത്. ചൈനയിലെ കനത്ത മഴയും അവിടുത്തെ ഡാമുകൾ തുറന്നുവിടുന്നതും അസമിൽ പെട്ടെന്ന് വലിയ പ്രളയം ഉണ്ടാക്കുന്നതിനുള്ള മറ്റു ചില കാരണങ്ങളാണ്. ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേക കാരണങ്ങളുമുണ്ട്. അരുണാചൽ പ്രദേശിലെ ഉയർന്ന മലനിരകളിൽ നിന്ന് കുത്തനെ താഴേക്ക് പതിക്കുന്ന ബ്രഹ്മപുത്ര നദി തൊട്ടു താഴെയുള്ള അസമിലെ പരന്ന സമതലങ്ങളിലേക്ക് എത്തുമ്പോൾ ഒഴുക്കിന്റെ വേഗത കുറയുകയും വെള്ളം ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് പടരുകയും ചെയ്യുന്നു. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ മൺസൂൺ മഴ കനത്താൽ ഇതിന്റെ തീവ്രത കൂടി വന്നേക്കും. കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം 880-ലധികം ആളുകൾക്ക് പ്രളയങ്ങളിൽ ജീവൻ നഷ്ടമായതായാണ് അസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ. 1950 ശേഷം പല സമയങ്ങളിലായി സംഭവിച്ച മിന്നൽ പ്രളയങ്ങളിലൂടെ അപ്പോൾ എത്ര മനുഷ്യർ മരണപ്പെട്ടു കാണും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രധാനമായും 6 ജില്ലകളുടെ ഹൃദയങ്ങളിലൂടെയാണ് അസമിൽ ബ്രഹ്മപുത്ര ഒഴുകുന്നത്. ധേമാജി, ലഖിംപൂർ, ദിബ്രുഗഡ്, നാഗോൺ, ബാർപേട്ട, മൊറിഗാവ് എന്നിവയാണ് ആ 6 ജില്ലകൾ. പ്രതിവർഷം 20,000 മുതൽ 50,000 വരെ ആളുകളെ പ്രളയം നേരിട്ട് തന്നെ ഗുരുതരമായി ബാധിക്കാറുണ്ട്. വീടും കൃഷിയിടങ്ങളും വാഹനങ്ങളും ചിലപ്പോൾ വേണ്ടപ്പെട്ടവരെയും പ്രളയങ്ങളിൽ അസംകാർക്ക് നഷ്ടപ്പെടുന്നു. എന്നാൽ സമീപകാലങ്ങളിലായി അസംകാർ ഏറ്റവും ഭയപ്പെടുന്നത് ഐഡന്റിറ്റി ക്രൈസിസിനെയാണ്. പ്രളയം വരുമ്പോൾ ഇവർക്ക് കഴിവതും വേഗം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ടി വരുന്നു. പ്രളയാനന്തരം ആ ജനങ്ങൾക്ക് മടങ്ങി വരാനാവുന്നില്ല. കാരണം പലപ്പോഴും അവരുടെ ഭൂമിയും ഗ്രാമവും അപ്പോഴേക്കും ബ്രഹ്മപുത്ര നദി കവർന്നെടുത്തു കാണും. അസം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം 2010 മുതൽ 2015 വരെ അസമിലെ 880 ഗ്രാമങ്ങളാണ് പ്രളയങ്ങളിൽ പൂർണ്ണമായും ഇല്ലാതായത്. 67 ഗ്രാമങ്ങൾ ഭാഗികമായി നശിച്ചു. 36,981 കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു. ആ ജനങ്ങൾക്കിപ്പോൾ മേൽവിലാസമില്ല. പൗരത്വം തെളിയിക്കാൻ ഭൂരേഖകൾ ഹാജരാക്കാമെന്ന് വെച്ചാൽ ആ ഭൂമി ബ്രഹ്മപുത്ര നദി കൊണ്ടുപോയിരിക്കുന്നു. ഭൂമി നഷ്ടപ്പെട്ടതുകൊണ്ട് അസമിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് താമസം മാറിയവരെ കൃത്യമായ രേഖകളില്ലെന്ന് കാണിച്ച് ഫോറിൻ ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മനുഷ്യർക്ക് അവരുടെ മേൽവിലാസം തെളിയിക്കാൻ മാർഗങ്ങളില്ല. എത്ര ദാരുണമായ സാഹചര്യം! ചിലരാകട്ടെ മാറി താമസിച്ച സ്ഥലത്ത് നൽകിയ പേരുകളിൽ അവർ പോലും അറിയാതെ ചില വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. ചിലരുടെ പേര് പൂർണ്ണമായി രേഖകളിൽ വന്നില്ല. ചിലരുടെ കുടുംബ പേരുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്കിപ്പോൾ ആദ്യ രേഖകളിലുള്ള പേരുകളുമായി പൊരുത്തക്കേടുകളുണ്ട്. NRC വന്നപ്പോൾ ആ മനുഷ്യർ പൗരന്മാരല്ലെന്നായിരുന്നു സർക്കാരിന്റെ ഭാഷ്യം. NRC പ്രകാരം അസമിൽ 19 ലക്ഷം ജനങ്ങൾ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായിരുന്നു. അതിൽ ഇത്തരത്തിലുള്ള എത്രയോ ജനങ്ങളുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ഓരോ വർഷവും പ്രളയം നടക്കുമ്പോൾ ആ മനുഷ്യർ ചെറുവാർത്തകളായി ഒതുങ്ങിപ്പോവുകയാണ്. നദീതീര സംരക്ഷണം, നദികളുടെ ആഴം കൂട്ടൽ, ഉയർന്ന സുരക്ഷാ കെട്ടിടങ്ങളുടെ നിർമ്മാണം, സാന്ത്വന പാക്കേജുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ പ്രളയത്തെ കഴിയുന്നതും ചെറുക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും പ്രളയത്തെ പൂർണ്ണമായി ചെറുക്കാനാവുന്നില്ല. അസംകാർ നിലവിൽ അനുഭവിക്കുന്ന ഐഡന്റിറ്റി ക്രൈസിസിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാവുന്നില്ല.
ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ കഴിവതും വേഗം നൽകുമെന്ന് ഓരോ തവണ പറയാറുണ്ടെങ്കിലും അതിന് അപേക്ഷിക്കാനും രേഖകൾ പരിശോധിക്കാനും പിന്തുടരാനുമുള്ള അറിവും വിദ്യാഭ്യാസവും ഇതിൽ ബഹുഭൂരിഭാഗം ജനങ്ങൾക്കുമില്ല. നദി കരകവിയുന്നതറിഞ്ഞാൽ അവശേഷിക്കുന്ന രേഖകൾ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് ഓടുന്നവരാണിവർ. ഓരോ പ്രളയം കഴിയുമ്പോഴും രേഖകൾ മാത്രമല്ല, ആ രേഖകളുമായി ബന്ധപ്പെട്ട മനുഷ്യരെയും ഭൂമിയും വീടും മേൽവിലാസവും പൗരത്വവുമെല്ലാം നഷ്ടപ്പെടുന്ന അതിഭീകര സാഹചര്യം. ഏത് നിയമം കൊണ്ടാണ് ഈ സങ്കടത്തെ അഭിസംബോധന ചെയ്യുക? ഏത് കോടതിയാണ് ഇവരുടെ സങ്കടങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുക?